T20 ലോകകപ്പിന്റെ കലാശ പോരാട്ടത്തിന് ഭാരതം ഒരുങ്ങുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഒരാളെയാണ്. അത് നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ ആണ്. ക്വാർട്ടർ ഫൈനലിൽ 97 റൺസ്, സെമിയിൽ 89 റൺസ്. സഞ്ജുവിന്റെ ഈ തകർപ്പൻ ഫോമിനു മുന്നിൽ ലോകം വിറച്ചു നിൽക്കുകയാണ്. എന്നാൽ ആരാധകർക്കിടയിൽ ഒരു ചെറിയ നിരാശയുണ്ട്. സഞ്ജുവിന് ആ 2 സെഞ്ചുറികളും നഷ്ടമായല്ലോ എന്ന്. ഇതിനെക്കുറിച്ച് സെമിക്ക് ശേഷമുള്ള വാർത്താസമ്മേളനത്തിൽ സഞ്ജു നൽകിയ ആ മാസ് മറുപടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ പടരുകയാണ്. എന്നാൽ ഇതിനിടയിലാണ് അശ്വിൻ മറ്റൊരു ഞെട്ടിക്കുന്ന നിരീക്ഷണം നടത്തിയത്. സഞ്ജുവോ ബുംറയോ ഒന്നുമല്ല, ഇന്ത്യയുടെ യഥാർത്ഥ മാച്ച് വിന്നർ മറ്റൊരാളാണെന്ന് അശ്വിൻ പറയുന്നു. ആരാണ് താരം? സഞ്ജുവിനെക്കുറിച്ചും ഇന്ത്യയുടെ ഫൈനൽ സാധ്യതകളെക്കുറിച്ചും അശ്വിൻ പറഞ്ഞതെന്ത്? നമസ്കാരം, ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അവസാനത്തെ 2 മത്സരങ്ങളിൽ സെഞ്ചുറിക്ക് തൊട്ടടുത്ത് വെച്ച് സഞ്ജു പുറത്തായപ്പോൾ മലയാളി ആരാധകർക്ക് വലിയ സങ്കടമായിരുന്നു. പ്രസ് മീറ്റിൽ ഒരു മാധ്യമപ്രവർത്തകൻ സഞ്ജുവിനോട് ചോദിച്ചു, സഞ്ജു, തുടർച്ചയായ 2 സെഞ്ചുറികൾ നഷ്ടമായതിൽ സങ്കടമുണ്ടോ എന്ന്. എന്നാൽ ആ ചോദ്യത്തിന് സഞ്ജു നൽകിയ മറുപടി കേട്ട് അവിടെ ഉണ്ടായിരുന്നവർ പോലും അമ്പരന്നുപോയി. നിറഞ്ഞ ചിരിയോടെ സഞ്ജു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് 2 സെഞ്ചുറികൾ മിസ്സായിട്ടില്ല. ഒന്ന് 97 റൺസും മറ്റൊന്ന് 89 റൺസുമായിരുന്നു. അതുതന്നെ വലിയൊരു നേട്ടമാണ്. സെഞ്ചുറി എന്ന വ്യക്തിഗത റെക്കോർഡിനേക്കാൾ ടീമിനു വേണ്ടി ഈ നിർണായക സ്കോറുകൾ നേടാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം നന്ദിയുള്ളവനാണ്. സ്വന്തം നേട്ടത്തേക്കാൾ ടീമിന്റെ വിജയത്തിനാണ് താൻ വിലമതിക്കുന്നതെന്ന് സഞ്ജു ഇതിലൂടെ ഒരിക്കൽ കൂടി ലോകത്തിന് തെളിയിച്ചു കൊടുത്തു. സഞ്ജുവിന്റെ ഈ ഫോമിലേക്കുള്ള തിരിച്ചുവരവ് അത്ര എളുപ്പമായിരുന്നില്ല. ഈ ലോകകപ്പിന് തൊട്ടുമുമ്പ് ന്യൂസിലാൻഡിനെതിരായ പരമ്പരയിൽ സഞ്ജു വൻ പരാജയമായിരുന്നു. അന്ന് 5 മത്സരങ്ങളിൽ നിന്ന് വെറും 46 റൺസാണ് അദ്ദേഹത്തിന് നേടാനായത്. അന്ന് വിമർശകർ അദ്ദേഹത്തെ ക്രൂശിച്ചു. എന്നാൽ എവിടെയാണ് തനിക്ക് പിഴച്ചതെന്ന് സഞ്ജു ഇപ്പോൾ തുറന്നു പറയുന്നു. കിവികൾക്കെതിരെ സാധാരണത്തേതിൽ നിന്നും കവിഞ്ഞ് എന്തെങ്കിലും അത്ഭുതം കാണിക്കാൻ ഞാൻ അമിതമായി ശ്രമിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ അടിസ്ഥാന കാര്യങ്ങളിലേക്ക് തിരികെ പോയി പന്തിനെ ടൈം ചെയ്യുന്നതിലാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ വളരെ സ്വാഭാവികമായി വരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ടീമിനായി ഇതുപോലെ മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സുകൾ കളിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ അതിന് സാധിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്, സഞ്ജു കൂട്ടിച്ചേർത്തു. ഇവിടെയാണ് അശ്വിന്റെ ആ വിചിത്രമായ നിരീക്ഷണം വരുന്നത്. സെമി ഫൈനലിൽ സഞ്ജുവിനേക്കാൾ വലിയൊരു ഇമ്പാക്ട് മറ്റൊരു താരമുണ്ടാക്കിയെന്നാണ് അശ്വിൻ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറയുന്നത്. അത് മറ്റാരുമല്ല, ഓൾറൗണ്ടർ അക്ഷർ പട്ടേലാണ്. മുംബൈയിലെ വാങ്കഡയിലെ സെമി ഫൈനലിൽ ബാറ്റിംഗിൽ തിളങ്ങിയില്ലെങ്കിലും ബൌളിംഗിലും ഫീൽഡിംഗിലും മിന്നിച്ച അക്ഷറിനെയാണ് ശരിക്കുള്ള ഹീറോയായി അശ്വിൻ തെരഞ്ഞെടുത്തത്. ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ഹാരി ബ്രൂക്കിന്റെയും പിന്നീട് ഡെത്ത് ഓവറുകളിൽ വിൽ ജാക്സിന്റെയും 2 അവിശ്വസനീയ ക്യാച്ചുകളാണ് അക്ഷർ എടുത്തത്. ആ ക്യാച്ചുകൾ അക്ഷർ എടുത്തിരുന്നില്ലെങ്കിൽ കളി തോൽക്കുമായിരുന്നുവെന്നും അശ്വിൻ നിരീക്ഷിക്കുന്നു. ജാക്സ് ഗംഭീര ഫോമിലായിരുന്നു. ആ ക്യാച്ചിലൂടെയാണ് കളി ഇന്ത്യയുടെ വരുതിയിലായത്. ഫീൽഡിംഗിൽ കസറുന്നതിനൊപ്പം ബൌളിംഗിൽ അപകടകാരിയായ ടോം ബാൻഡണിനെയും അക്ഷർ മടക്കി. 3 ഓവർ പന്തെറിഞ്ഞ അക്ഷർ 35 റൺസിനാണ് ഒരു വിക്കറ്റ് വീഴ്ത്തിയത്. അശ്വിൻ അക്ഷറിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ നോക്കൂ: ഞാൻ സൂര്യകുമാർ യാദവോ ഗൗതം ഗംഭീറോ ആയിരുന്നെങ്കിൽ ആർക്ക് പ്ലെയർ ഓഫ് ദ മാച്ച് കിട്ടിയാലും അത് വാങ്ങി അക്ഷറിന് കൊടുക്കുമായിരുന്നു. അത്രത്തോളം നിർണായകമായിരുന്നു അക്ഷറിന്റെ ആ ഫീൽഡിംഗ് പ്രകടനം എന്ന് അശ്വിൻ അടിവരയിടുന്നു. ബൗണ്ടറികൾ പ്രവഹിച്ചിരുന്ന ആ സമയത്ത് ആ 2 ക്യാച്ചുകൾ വന്നില്ലായിരുന്നെങ്കിൽ ഫലം മറ്റൊന്നാകുമായിരുന്നു എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇനി കണ്ണുകൾ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലേക്കാണ്. ഞായറാഴ്ച രാത്രി നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ നേരിടുന്നത് കരുത്തരായ ന്യൂസിലാൻഡിനെയാണ്. കഴിഞ്ഞ വർഷം ICC ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ കിവികളെ തകർത്ത ചരിത്രം ഇന്ത്യയ്ക്കുണ്ട്. ഇത്തവണയും ലോകകിരീടം ഇന്ത്യക്ക് തന്നെയാവുമെന്നാണ് അശ്വിന്റെ പ്രവചനം. 2007-ലും 2024-ലും കിരീടം ചൂടിയ ഇന്ത്യ തങ്ങളുടെ 3ാമത്തെ T20 ട്രോഫിയാണ് ലക്ഷ്യമിടുന്നത്. അശ്വിന്റെ ഈ പ്രവചനം കേൾക്കുമ്പോൾ ഓരോ ഇന്ത്യൻ ആരാധകനും ആവേശത്തിലാണ്. പക്ഷേ നമുക്ക് മുന്നിലുള്ള ചോദ്യം മറ്റൊന്നാണ്. സഞ്ജു സാംസൺ എന്ന താരത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റായി ഈ ലോകകപ്പ് മാറുമോ? സഞ്ജുവിന്റെ ബാറ്റിംഗ് കരുത്തിലാണോ അതോ അക്ഷർ പട്ടേലിന്റെ ആ മാസ്മരിക ഫീൽഡിംഗിലാണോ ഇന്ത്യക്ക് കൂടുതൽ പ്രതീക്ഷയുള്ളത്? അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഞായറാഴ്ച രാത്രി ഇന്ത്യ 3ാം തവണയും ലോകകിരീടം ഉയർത്തുന്നത് കാണാൻ നിങ്ങൾ കാത്തിരിക്കുകയാണോ? നിങ്ങളുടെ ഉത്തരങ്ങൾ എന്തുതന്നെയായാലും അത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. സഞ്ജുവിന്റെ ഈ ഫോമിനെക്കുറിച്ചും അശ്വിൻ അക്ഷറിന് നൽകിയ ആ വലിയ പിന്തുണയെക്കുറിച്ചും നിങ്ങൾക്കെന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ ഓരോ കമന്റും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സഞ്ജുവിന്റെയും ടീം ഇന്ത്യയുടെയും ഈ ജൈത്രയാത്ര നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. ഇതുപോലുള്ള കൂടുതൽ ക്രിക്കറ്റ് വിശേഷങ്ങൾക്കും ലേറ്റസ്റ്റ് സ്പോർട്സ് വാർത്തകൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക. അടുത്തൊരു ക്രിക്കറ്റ് അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.